സിനിമാ മേഖലയിൽ മാത്രമുള്ള പ്രശ്നങ്ങളല്ല, ഇത് എല്ലാ മേഖലയിലും ഉള്ള പ്രശ്നങ്ങളാണ്. അപ്പം എല്ലാ മേഖലയിലുള്ളവരും അത് തുറന്ന് പറയട്ടെ. ഇതുപോലെ ഒരു തെലുങ്കിൽ ഒരു ഇൻ്റർവ്യൂവിന് ഞാൻ പോയി. ടുഡേ ഇറ്റ് സെൽഫ് യു ആർ മൈ ഗേൾ ഫ്രണ്ട്. What did it mean? I said I'm not for sale. My art is for sale. അപ്പോൾ എല്ലാവരും പറയും പ്രതികരിക്കരുത്. അങ്ങനെ മിണ്ടാതിരുന്ന് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് വരെ ഒരു 10-20 കേസോളം ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ കഥകളാണ്. ഇപ്പൊ കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഹെഡ്ലൈൻ എന്താണ് കൊടുക്കുന്നത്, അതിനകത്ത് നമ്മൾ പോലും പറയാത്ത കാര്യങ്ങളല്ലേ ഹെഡ്ലൈൻ ആയിട്ട് കൊടുക്കുന്നത്. നടികൾ നടന്നു വരുന്നത്, അവരുടെ വൈഡ് ഷോട്ട്, മേളിൽ നിന്നുള്ള ഷോട്ട്. എത്രത്തോളം സ്ത്രീകൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട്, എത്രത്തോളം സ്ത്രീകളെ ഇതിനകത്തോട്ട് ആവശ്യമില്ലാതെ വലിച്ചഴിക്കുന്നുണ്ട്. ജനിപ്പിച്ചെങ്കിൽ അതിനെ നോക്കാനുള്ള കംപ്ലീറ്റ് ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. എനിക്ക് കുട്ടീനെ എവിടെയെങ്കിലും കൊണ്ടിട്ടിട്ട് വർക്ക് ചെയ്യാൻ പോവാ, ആ പരിപാടി എനിക്ക് പറ്റൂല. പക്ഷെ ഞാൻ ചെയ്ത എല്ലാ പടങ്ങളും ഹിറ്റാണ്. പാലരിമാണിക്യം കഴിഞ്ഞ് ചട്ടമ്പിനാട് ചെയ്തു, ഈ അടുത്ത കാലത്ത് ചെയ്തു, സോൾട്ട് ആൻഡ് പെപ്പർ ചെയ്തു. ഇന്ന് എൻ്റെ കൂടെയുള്ളത് മൈഥിലിയാണ്. നമസ്കാരം. നമസ്കാരം. മൈഥിലി, ഇന്ന് സിനിമ റീ റിലീസ് വന്നു മാണിക്യം. ഇത്രയും ഏകദേശം 15 വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററിൽ വന്നിരിക്കുകയാണ്. ഭയങ്കര റെസ്പോൺസാണ് കിട്ടിയിരിക്കുന്നത്. അതായത് 15 വർഷങ്ങൾക്ക് ഇപ്പുറം നമുക്ക് അന്നൊന്നും ഇത്രയും മീഡിയാസിൻ്റെ അറ്റൻഷൻ ഇല്ല, അല്ലെങ്കിൽ ഇത്രമാതിരി പ്രസ് മീറ്റ് ഇല്ല. അന്നുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഈ ലേറ്റ് നൈറ്റ് എടുക്കേണ്ടി വരുന്നത് ഇതിലും കഷ്ടമായിട്ട് 12 മണിയായി രാത്രി 12 മണിയാ. അന്നത്തെ ഒരു ബുദ്ധിമുട്ട് അല്ലേ. പക്ഷെ ഇന്ന് അതൊരു റീ റിലീസ് ചെയ്തിട്ട് ആദ്യത്തെ പടം ഒരു വെൽ രീതിയിൽ കാണുകയെന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടായിരുന്നു? അതെ, 4K കാണുമ്പോൾ അതിന്റെ സൗണ്ടിന്റെയും ക്ലാരിറ്റിന്റെയും ഒക്കെ ഒരു ഉണ്ട്. വളരെ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആകെ കൂടെ ടയേർഡ്. അതെ കേട്ടോ, ടയേർഡ്. അതൊന്നും കുഴപ്പമില്ല, നമ്മൾ ഫുൾ പവറിൽ തന്നെ. അത് നിങ്ങൾ ഇപ്പോഴത്തെ പുതിയ ട്രെൻഡിങ് ഞാൻ പറഞ്ഞില്ലേ, ഫിലിം പ്രൊമോഷൻ ട്രെൻഡിങ് കണ്ടിട്ടുണ്ടോ? ഇപ്പൊ ഫുൾ ഡൈറ്റ് ആണല്ലേ. ഒരു ഉച്ചയാകുമ്പോ തുടങ്ങി കഴിഞ്ഞാൽ രാവിലെ പോലെ പറയും, ഉച്ചയാകുമ്പോ തുടങ്ങി ഒരു ലേറ്റ് നൈറ്റ് 10-11 മണി വരെ ഇങ്ങനെ. കാരണം നമ്മൾ ആ ഒരൊറ്റ ഇതിന് കൊടുക്കുന്ന ഒരു ഹൈപ്പ് അതിന് പടത്തിനെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കും. പക്ഷെ പാലരിമാണിക്യത്തിന് അതിന്റെ ആവശ്യമില്ല. ഓൾറെഡി ആളുകൾ കണ്ടു കഴിഞ്ഞു. പിന്നെ ഇനിയിപ്പം മാണിക്യത്തിന് ആദ്യത്തെ പടമാണ്. എൻ്റെ ചെറുതിലെ ഞാനത് കണ്ട പടമാണ്. ആ പടം കാണുമ്പോൾ എനിക്ക് സ്ത്രീയുടെ വേദന നമുക്കത് ഭയങ്കര ഫീലാണ്. ഒരു സ്ത്രീ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അവർക്കൊന്നും അങ്ങനെ ഏക്കാനേ പാടില്ലെന്ന് ആഗ്രഹിക്കുന്നതാണ്. അത് ആ ഒരു പെയിൻ രണ്ടാമത് കാണുമ്പോൾ, അല്ലെങ്കിൽ എനിക്കത് കുറച്ചുകൂടെ അതിൽ നന്നാക്കാൻ. ആദ്യത്തെ പടമാണ്, നമുക്ക് ആരും അഭിനയ മേഖലയിൽ ആരും ഒന്നും പറഞ്ഞു തരാനില്ല. എങ്ങനെ ഉണ്ടായിരുന്നത്? ഏതെങ്കിലും ഒരു സീൻ അയ്യോ ഒന്ന് ഇച്ചിരൂടെ നന്നാക്കായിരുന്നു. ഡെഫിനറ്റ്ലി അങ്ങനെ എന്തായാലും തോന്നുമല്ലോ. നമ്മളിപ്പോൾ എപ്പോൾ എടുത്ത് പടക്കിട്ടല്ലോ, അപ്പം കുറച്ചുകൂടെ നന്നാക്കാവുന്ന എപ്പോഴും തോന്നാറുണ്ട്. നമ്മൾ ഏത് പടം ചെയ്യുമ്പോഴും പലരിമണിക്ക് കാണുന്നുണ്ടെങ്കിലും അതൊന്നാമത് ഫസ്റ്റ് മൂവിയും കൂടെയാണ്. ഓരോ സീൻ എടുത്ത് നോക്കുമ്പോഴും പക്ഷെ അതിനകത്തൊരു ഭയങ്കരമായ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരാനൊന്നും ഭയങ്കര ഞാനങ്ങനെ ഇങ്ങനെ മോശം അഭിനയമാണെന്നല്ല, നമുക്കൊരു ഭയങ്കര ഫസ്റ്റ് പടമാണല്ലോ, ഏറ്റവും എഫേർട്ട് ഇട്ട്. എന്നാൽ മറ്റുള്ള ഒരാളെ ഒന്നും അറിയാതെ ചെയ്തൊരു പടം, കൂടുതലൊന്നും അറിയില്ല, അഭിനയം അറിയില്ല, ഒന്നും അറിയില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു, എന്നെ കൂടെ ഓണർ വിടല്ലേ. ആക്ഷൻ കട്ടിന്റെ ഇടയ്ക്ക് അഭിനയിച്ച്, അല്ലെങ്കിൽ ഞാൻ അത് ചോദിക്കാനുള്ള പ്രധാന കാരണം ഇന്നലെ അവരുടെ ഒരു പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു ക്രൂവിന്റെ. മൈഥിലിനെ നടക്കാൻ പഠിപ്പിച്ച ഒരു സീൻ അവർ പറഞ്ഞു, ഏറ്റവും ടഫ് ആയിട്ട്. അതെങ്ങനെയാണ്? കാരണം ഞാൻ എപ്പോഴും ഇങ്ങനെ കാല് പൊന്തിച്ചായിരുന്നു നടക്കുന്നത്. അപ്പം അത് നടക്കുന്ന രീതി, കാരണം ചെരുപ്പില്ലാണ്ട് നടക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ അവർ നടക്കുന്നവർ തന്നെ ഒരു പ്രത്യേകതയില്ലായിരുന്നു. അവിടെ ഉള്ളവർ നടക്കുന്നത് കണ്ടു. അതുപോലെ സംസാരിക്കുന്ന ലാംഗ്വേജ്, അവരുടെ ലാംഗ്വേജ് കാലിക്കറ്റ് സ്ലാങ് ഡിഫറെൻ്റ് ആണ്. അപ്പം അതൊക്കെ ഒബ്സർവ് ചെയ്യാനായിട്ട് പറഞ്ഞിരുന്നു. ട്രെയിൻ ചെയ്യിച്ചു എന്നാണ് അവർ പറയുന്നത്. അതെ അതെ, ഡെഫിനറ്റ്ലി. എനിക്കൊന്നും അറിയില്ലായിരുന്നു. അവരാണെല്ലാം. ഇപ്പം നമുക്കൊരു 10 days വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു ഫസ്റ്റ്. അപ്പം ആ വർക്ക്ഷോപ്പിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന് പഠിപ്പിച്ചു. നടക്കാൻ പഠിപ്പിച്ചു. ആദ്യം നടക്കാനാണ് പഠിപ്പിച്ചത്. സത്യമാണ്, സത്യമാണ്, നടക്കാനാണ് പഠിപ്പിച്ചത്. അത് എനിക്ക് തോന്നുന്നു അത് ത്രൂ ഔട്ട് ആ സിനിമയിൽ ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിരുന്നു. അതെ അതെ അതെ. പടം ഇറങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ ത്രെഡ് കേൾക്കുന്ന സമയത്ത് ബ്രെറ്റി ബാലചന്ദ്രൻ ഒരാളെ മൈഥിലി ആക്കി, അല്ലെങ്കിൽ മാണിക്യമാക്കി അവർ പ്രസന്റ് ചെയ്യുമ്പോഴത്തേക്കും അവരെങ്ങനെയാണ് പ്രസന്റ് ചെയ്തത്? ഒരാളെ കൊണ്ടുവന്ന് ഇത്തരം മൊഡ്യൂൾ ചെയ്യണമല്ലോ, അതായത് തികച്ചും വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിൽ നിന്ന് ഇപ്പഴത്തേക്ക് മൊഡ്യൂൾ ചെയ്യണമല്ലോ, എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു? ഞാൻ സെലക്ട് ആയതിനു ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു, ആ നോവല് പല്ലമണിക്കം പാതിര ടി പി രാജീവൻ സാറിൻ്റെ ഒരു നോവലുണ്ട്, ആ നോവൽ വാങ്ങിച്ച് വായിക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാനത് വാങ്ങി വായിച്ചു. അപ്പോൾ വായിച്ചിട്ട് ആദ്യം വായിച്ചിട്ടൊന്നും മനസ്സിലായില്ല. നമ്മളൊരു 2-3 തവണ വായിക്കുമ്പോഴാണ് കുറച്ച് മനസ്സിലാവുന്നത്. ഒന്നാമത് 18 വയസ്സേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് അല്ലേ അപ്പോൾ നമുക്ക് വായിച്ചിട്ട് കൂടി നമുക്ക് അത്രയേ ഉള്ളൂ. അപ്പോൾ ആ പെൺകുട്ടി ഏത് രീതിയിലായിരിക്കും കടന്നു പോയിട്ടുണ്ടാവുക. പിന്നെ 1957 കാലഘട്ടത്തിൽ കേരളപ്പിറവി,
അപ്പോൾ കേരളം പിറന്ന കാലഘട്ടം. അപ്പോൾ ആ കാലഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആദ്യത്തെ സ്ത്രീ പീഡന കൊലപാതകത്തിൻ്റെ ഇരയാണ്. റിപ്പോർട്ട് ചെയ്യപ്പെട്ട, ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത എത്രയോളം കേസുകൾ അതിന് മുന്നേ ഉണ്ടായിരിക്കും. ലാൻഡ് ലോഡ്സിൻ്റെയൊക്കെ ഒരു ടൈമായിരുന്നു അത്. പിന്നെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ആദ്യമായി അധികാരമേറ്റ കാലഘട്ടമാണ്. അപ്പോൾ അതൊരു കാലഘട്ടത്തിൻ്റെ ഒരു സിനിമയാണ്. ഇപ്പൊ പറഞ്ഞതിൽ തന്നെ ഒരു കാര്യമുണ്ട്, മൈഥിലി പറഞ്ഞതിൽ തന്നെ ആ കാലഘട്ടം നമ്മൾ റെഫറൻസ് ചെയ്യാൻ പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രായമല്ല മൈഥിലിക്ക് അന്ന് ഉണ്ടായിരുന്നത്. ആ ഒരു സാഹചര്യത്തിൽ വളർന്നിട്ടുമില്ല, അല്ലെങ്കിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ഈ പറയുന്ന റെഫറൻസുകളേ ഉള്ളൂ. ഏത് ഈ എഴുതി വെച്ചത്, പിന്നെ നമ്മൾ ഗൂഗിൾ ചെയ്യുന്നത്, ആ ഒരു റെഫറൻസിന് നമ്മൾ തരണം ചെയ്യാന്നുള്ളൊരു വലിയ കാര്യം തന്നെയാണ്. ആ ഒരു ടാസ്ക് എടുക്കുമ്പോൾ എത്രത്തോളമായിരുന്നു കോൺഫിഡൻ്റ് ആയിട്ടിരുന്നത്? എത്രത്തോളം കോൺഫിഡൻ്റ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ, എനിക്ക് എൻ്റെ ചുറ്റുമുള്ളവരാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എനർജിയും എനിക്ക് ആ ഒരു കോൺഫിഡൻസും തന്നത്. ഈ വർക്ക്ഷോപ്പ് ചെയ്യുന്നിടം വരെ എനിക്ക് ഈ പറയുന്ന പോലെ ഇൻഹിബിഷൻസും ഒക്കെ ഉള്ളൊരാൾ തന്നെ ഞാൻ. അതുപോലെ സീൻ എടുക്കുമ്പോൾ നമുക്ക് ഈ കഥ വായിച്ചതല്ലാണ്ട് നമുക്ക് എഴുതി വെച്ച് എന്താണ് പറഞ്ഞ് തരുന്നത് അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ല. അപ്പം പറഞ്ഞു തരുന്നു, നമ്മൾ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അല്ല, ഇപ്പോഴേ 15 വർഷങ്ങൾക്കുള്ള ഓർമ്മ പുറകെ നിന്ന് എടുത്തിട്ടാ സംസാരിക്കണ്ടേ, ഇന്നലത്തെ കാര്യമല്ല. അതെ, പക്ഷെ ഇന്നലെ കഴിഞ്ഞ പോലെ ഉണ്ടല്ലേ. അല്ല, അത് ഞാൻ പറഞ്ഞില്ല, ആ ഒരു മാണിക്യം അല്ലെങ്കിൽ ഈ ഒരു കഥ എന്ന് പറയുന്ന അത്രയും നമുക്കൊരു നോവലാണ്, നോവലിനെ അടിസ്ഥാനമാക്കി വന്ന സിനിമയാണ് എങ്കിൽ കൂടിയും ജീവൻ വെപ്പിച്ചവരാണ്. അപ്പം ഇപ്പൊ നോവൽ വായിക്കുമ്പോൾ ഫേസ് തെളിയും. മനസ്സിലായി, ശ്വേത മേനോൻ, മമ്മൂട്ടി ആണെങ്കിലും മൈഥിലി ആണെങ്കിലും ഒക്കെ നമുക്ക് ഫേസ് തെളിയും അല്ലേ. അങ്ങനെ ഫേസ് തെളിഞ്ഞു വരുന്നിടത്തുനിന്ന് കിട്ടിയൊരു അത് തെളിച്ചം തന്നെയായിരുന്നു. സ്ക്രീനിലേക്കുള്ളൊരു നല്ല തെളിച്ചമായിരുന്നു മൈഥിലിയുടെ. പിന്നീട് ഇങ്ങോട്ട് വന്ന സിനിമകളും അതുപോലെ തന്നെ ആഘോഷിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നെ എന്താണ്, ഒരു പരിധിക്കപ്പുറം പിന്നെ ഇങ്ങോട്ടേക്ക് വേണ്ട, അല്ലെങ്കിൽ സിനിമയിൽ നിന്ന്, കാരണം ആദ്യം കിട്ടിയത് ഏറ്റവും വലിയൊരു ബ്രേക്ക്, ഒരു സാധാരണ പുതുമുഖ നടിക്ക് കിട്ടുന്നതിലേക്ക് കഴിഞ്ഞും ബ്രേക്ക് ത്രൂ കിട്ടിയിട്ട് പിന്നീട് എന്ത് പറ്റി? പിന്നീട് എന്താണ് പറ്റിയത് നിങ്ങൾ പറയൂ. ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്നും പറ്റിയിട്ടില്ല. ഞാൻ പടങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു മാധ്യമങ്ങളാണ് ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് എഴുതി, പിന്നെ അത് കേൾക്കുമ്പോഴാണ് ആൾക്കാർ വീണ്ടും എൻ്റെ അടുത്ത് ചോദിക്കുക എന്താ പറ്റിയത്. എനിക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ, എൻ്റെ പടങ്ങളെല്ലാം ഹിറ്റാണല്ലോ. ഓക്കെ, പക്ഷെ മാധ്യമങ്ങൾ എഴുതുന്നത് അപ്പുറത്ത് വേറെ കാര്യങ്ങളാണ്. അപ്പൊ ആൾക്കാർ വീണ്ടും ചോദിക്കും എന്താണ് പറ്റിയത്. ഞാൻ അന്ന് ഇപ്പൊ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് എന്താണ് പറ്റിയത്. ശരിക്കും പാലരിമാണിക്യത്തിന് ശേഷം ഞാൻ ചെയ്ത എല്ലാ പടങ്ങളും ഹിറ്റാണ്. പാലരിമാണിക്യം കഴിഞ്ഞ് ചട്ടമ്പിനാട് ചെയ്തു, ഈ അടുത്ത കാലത്ത് ചെയ്തു, സോൾട്ട് ആൻഡ് പെപ്പർ ചെയ്തു, പിന്നെ ഷിക്കാർ ചെയ്തു, എല്ലാ ഹിറ്റ് പടങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ഓർക്കുന്നുണ്ടോ എന്ത് ചോദ്യം. വരികൾ ഓർക്കുന്നുണ്ടോ? പിന്നെ ഓർക്കുന്നുണ്ട്. ലോകത്തിനകത്ത് അങ്ങനെ ഒരു പാട്ട് പാടിയിട്ടുണ്ടെന്ന് കേട്ടപ്പോ അതാണ് ഞാനിങ്ങനെ എപ്പോഴും വേറൊരു പാട്ടിങ്ങനെ പാടിക്കൊണ്ട് നടക്കുമായിരുന്നു. അപ്പം ആ സമയത്ത് ഇങ്ങനെ നമ്മുടെ ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ പുള്ളിയുടെ ലൊക്കേഷനിൽ വന്നു. അപ്പോൾ സാർ വന്നപ്പം നമ്മുടെ സാറ് വിളിച്ചിട്ട് പറഞ്ഞു, ഇതുപോലെ ഇങ്ങനൊരു പാട്ട് പാടിക്കൊണ്ട് നടക്കുന്നുണ്ട്, കേട്ട് നോക്കാൻ പറഞ്ഞു. അത് പുള്ളീൻ്റെ പാട്ട് തന്നെയായിരുന്നു. അപ്പോൾ ശിവസൻ സാറ് പറഞ്ഞു ഓക്കെ ഒന്ന് കേൾക്കട്ടെ. അങ്ങനെ പാട്ട് പാടിയപ്പോൾ അയ്യോ ഇത് പാടുന്നുണ്ടല്ലോ, എന്നാൽ ഇതിനെ കൊണ്ട് പാടിച്ചാലോ, അങ്ങനെ ഷബാസ് അമന്റെ കൂടെ പാടുക എന്നൊക്കെ പറയുന്നത് ഇത്തിരി ടഫാണ്. അതെ അതെ, ആ ഒരു റേഞ്ചിൽ പിടിക്കുക, അല്ലെങ്കിൽ ആ ഒരു ഇപ്പൊ ഈ പറഞ്ഞ പോലെ ആ റേഞ്ചിൽ പിടിക്കാന്ന് പാട്ട് വേറെ ലെവൽ. അതില് കട്ടൊക്കെ അതേ ഞാൻ പറഞ്ഞ അതിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും കേൾക്കുമ്പോൾ കറക്റ്റായിട്ട് നല്ലൊരു ഫ്ലോയിൽ തന്നെ പോകുന്ന ഒരു പാട്ടായിരുന്നു. ഇപ്പോൾ ഈ കുറച്ച് മുമ്പ് മാധ്യമങ്ങളുടെ കാര്യം പറഞ്ഞു, ഞങ്ങളൊക്കെ ചോദിക്കുന്നു നിങ്ങൾക്ക് എന്ത് പറ്റിയെന്ന്. ഒരിടയ്ക്ക് ഒരു വാർത്ത ഇങ്ങനെ കണ്ടിരുന്നു, ഭയങ്കരമായിട്ടും നെഗറ്റീവ്സുകൾ, അതായത് നടി ആക്രമിക്കപ്പെട്ട കേസിലുമായി ബന്ധപ്പെട്ട് കുറേ വാർത്തകൾ വന്നു. ആ വാർത്തകളെയൊക്കെ ഒറ്റ വാക്കിൽ മറുപടി ഞാൻ കണ്ടിരുന്നു. അതായത് ഞാനല്ല അത്, എന്നെ ആരും ചോദ്യം ചെയ്യാൻ വന്നിട്ടില്ല എന്നുള്ള, തെളിവെടുപ്പിന് വരും, എൻ്റെ അടുത്ത് ചോദ്യം ചെയ്യാൻ വരും എന്നുള്ള രീതിയിൽ ചോദിച്ചിരുന്നു. അപ്പം പറഞ്ഞു ഞാനല്ല എന്നുള്ള ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞു. അപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞു ഈ മാധ്യമങ്ങൾ ഇങ്ങനെ വളരെയധികം ഞങ്ങളെ, അല്ലെങ്കിൽ ഇതിലേക്ക് എന്ത് പറ്റി എന്ന് ചോദിക്കുന്നുണ്ടെന്ന്. ആക്ച്വലി ഇങ്ങനത്തെ ഒരു സെലിബ്രിറ്റി ലൈഫ് ആകുമ്പോൾ മാധ്യമങ്ങൾ ഇടപെടുന്ന, അല്ലെങ്കിൽ സെലിബ്രിറ്റി എന്ന് പറയുന്ന ഒരു സൊസൈറ്റിയുടേതാണോ, അതോ നിങ്ങൾ സെലിബ്രിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ മാത്രമാണോ? അതൊരു ചോദ്യമാണല്ലേ. അതെ, എനിക്ക് തോന്നുന്നത് നമ്മളുടെ മാത്രമല്ല, പക്ഷെ നമ്മൾക്കും ഉണ്ട് പേഴ്സണൽ ലൈഫും ഇതുകൊണ്ട്. പക്ഷെ നമ്മൾ പബ്ലിക് പ്രോപ്പർട്ടി അല്ല. എല്ലാവർക്കും കയറി
തല കയറിയിരുന്ന് ഇറങ്ങാൻ പറ്റൂലല്ലോ. ഞാൻ വന്ന കാലഘട്ടം മുതൽ, അതായത് സോഷ്യൽ മീഡിയ വരുന്ന കാലഘട്ടം മുതൽ, അല്ലെങ്കിൽ പ്രിൻ്റ് മീഡിയാസ് ത്രൂ വരെ ഒരാളെ എത്രത്തോളം, ഇത്രയും സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സമൂഹത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷേ അവിടെയും എത്രത്തോളം സ്ത്രീകളാണ്, അല്ലെങ്കിൽ എത്രത്തോളം ഇപ്പോൾ ഈ ഒരു പ്രായത്തിൽ തന്നെ എന്തോരം ഈ ഫേക്ക് ന്യൂസസും ഈ സാധനങ്ങളും എന്തൊക്കെ കഥകളാണ്. ഇപ്പോൾ കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും, പക്ഷെ എന്നാൽ പോലും ശരിക്കും നമ്മളെ വിറ്റ് കാശാക്കിയിട്ട് ഇവർ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതിൻ്റെ പേരിൽ എനിക്ക് തോന്നുന്നൊരു ആ ഒരു ടൈം മുതലൊരു 10-20 കേസോളം ഞാൻ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പേരിൽ, മാധ്യമങ്ങൾക്കെതിരെ, ഇങ്ങനെയുള്ള മാധ്യമങ്ങൾക്കെതിരെ. ഇവർക്ക് ഇപ്പോൾ റീസെൻ്റ്ലി ആണ് എനിക്ക് അതിന് ഒരു കോള് വന്നത്. അവരുടെ ഒരു വക്കീൽ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, എന്താണ് ഇങ്ങനെ ഇതുണ്ട്, ഈ കേസിൽ നിന്നൊന്ന് ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞു. അത് അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ, എനിക്ക് ഏതാന്ന് കിട്ടുന്നില്ല, കാരണം 10-20 കേസ് കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഇതിനകത്ത് ഏത് കേസ് അതെനിക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതിൽ നിന്നൊന്ന് ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇതിൽ നിന്ന് എന്തായാലും പിന്മാറത്തില്ല, ഇതെന്താണ് കാര്യമെന്ന് പറയാം. അത് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾ കട്ട് ആൻഡ് കോപ്പി പേസ്റ്റേ ചെയ്തിട്ടുള്ളൂ, ഇത്രേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ, വളരെ സിമ്പിളായിട്ട് അവർ ഇത്രേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ അതിലുണ്ട് എന്താണ് എന്നുള്ളത്. അപ്പൊ നിങ്ങൾ തന്നെ അത് വിലയിരുത്തുക എന്താണെന്നുള്ളത്, മനസ്സിലാവുന്നുണ്ടല്ലോ. നമ്മൾ ഇതിനകത്ത് പറയാവുന്നതും ഇത് ചെയ്യുന്നത്, ആദ്യമൊക്കെ നമ്മൾ വിചാരിച്ചു ഓക്കെ ഇതിന്, അപ്പോൾ എല്ലാവരും പറയും പ്രതികരിക്കരുത്, ഇതിനൊക്കെ മൈൻഡ് പോലും ചെയ്യരുത്, അവന്മാർ കുറെ പറഞ്ഞിട്ട് അതുവഴി പോവും എന്ന് പറയും. അങ്ങനെ മിണ്ടാതിരുന്ന് എന്തൊക്കെയൊക്കെയോ അങ്ങ് എഴുതാൻ തുടങ്ങി, എഴുതാനും പറയാം. ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് വരെ, ആത്മഹത്യയല്ല, മരിച്ചു എന്ന് വരെ വന്നിട്ടുണ്ട്. എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, ഹലോ ഓക്കെ ഹലോ യെസ് ബോഡി സ്പീക്കിംഗ്, ആ ഒരു ലെവലിലോട്ടൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോഴും വീണ്ടും അങ്ങനെ ഒരു ഇപ്പൊ പറഞ്ഞല്ലോ ആ കേസ് മുന്നോട്ട് തന്നെ പോവുകയാണ് എന്ന് പറഞ്ഞല്ലോ, ഇപ്പോഴും അത് വരികയാണെങ്കിൽ തുടർന്ന് തന്നെ പോവും. കാരണം നാളെ ഒരു സ്ത്രീകൾക്കും ഇങ്ങനത്തെ ഒരു അവസ്ഥയിലോട്ട് കടന്നു പോകരുത്. കാരണം സോഷ്യൽ മീഡിയ എത്രത്തോളം സ്ത്രീകൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട്, എത്രത്തോളം സ്ത്രീകളെ ഇതിനകത്തോട്ട് ആവശ്യമില്ലാതെ വലിച്ചഴിക്കുന്നുണ്ട്. സിനിമ എന്ന് പറയുന്ന അത്രയും ഒരു കളർഫുൾ ആണ്, അത്രയും എല്ലാവർക്കും ഒരു പവർഫുൾ കിട്ടുന്ന, അല്ലെങ്കിൽ അത്രയും ഒരു എല്ലാവരിലും ഹൈപ്പ് കാണുന്നത് കൊണ്ടാണ് ഇവരിങ്ങനെ എടുത്ത് സിനിമ ആൾക്കാരെ ഇങ്ങനെ എടുത്തിട്ട് ഇത് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. അല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് ഇപ്പൊ ശ്രദ്ധിച്ചാൽ മതി, ഇപ്പൊ ഈ അടുത്ത കാലത്തൊക്കെ ഈ മൂവി പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഫസ്റ്റ് തന്നെ സെലിബ്രിറ്റികൾ സിനിമ കാണാൻ വരുന്നത് ശ്രദ്ധിക്കാറുണ്ടോ? അങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഇപ്പൊ എന്താ പറയൂ, നടികൾ നടന്നു വരുന്നത്, അവരുടെ വൈഡ് ഷോട്ട്, മേളിൽ നിന്നുള്ള ഷോട്ട്, അങ്ങനത്തെ ഒക്കെ വീഡിയോസ് കണ്ടിട്ടുണ്ടോ? അടുത്തിടെ കുഞ്ഞുള്ളതുകൊണ്ട് ബിസി ആയിരിക്കും. ഇല്ല, ഞാൻ കാണാറുണ്ട്, ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാറുണ്ട്. ഇപ്പൊ അടുത്തിടെയും ഈ പടത്തിന് വന്നപ്പോ തന്നെയും കുഞ്ഞുമായി ഒക്കെ എടുത്ത് മൈഥിലി സിനിമ കാണാൻ ഇമോഷണൽ ആയിരുന്നു. പക്ഷെ എനിക്ക് എൻ്റെ അടുത്ത് വന്ന അവരൊക്കെ എൻ്റെ അടുത്ത് വളരെ മാന്യമായിട്ടാണ് ബിഹേവ് ചെയ്തത്. ഈ സോഷ്യൽ മീഡിയ ഇപ്പോൾ വരുന്നവർ, ഞാൻ ഇപ്പോൾ വരുന്ന അങ്ങനത്തെ ഉള്ള ആൾക്കാരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഞാൻ ഈ വെറുതെ ഇപ്പുറത്ത് പോയിട്ട് മറ്റേ അരോചകമായ രീതിയിൽ എഴുതുന്നവരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അത്രയും മോശമായിട്ട് ചിത്രീകരിക്കുന്ന ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ചിലപ്പോൾ അവരുടെ ഉപജീവനമായിരിക്കും, അവരുടെ ഹാപ്പിനെസ് ആയിരിക്കും, അവരുടെ ഒരു ഇതായിരിക്കും. അതിലൊന്നും എനിക്ക് യാതൊരു ഇതില്ല. ഇന്നലെ അവർ പോലും എന്നോട് പറഞ്ഞ് ഓക്കെ ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് തിരിച്ചു വരണമെന്ന്. അപ്പം അത് ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ എൻ്റെ ഒരു ഭയങ്കരമായ ഒരു പോസിറ്റീവ് എനർജിയാണ് അവർ എനിക്ക് തരുന്നത്. ഒരിക്കലും അതിനൊന്നും അല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് വേറൊരു കാറ്റഗറിയിൽപ്പെട്ട കുറെ ആൾക്കാരെ അതെ. പിന്നെ ഏറ്റവും നല്ല ചാനൽസ് വരെ എഴുതുന്നില്ലേ, ചാനൽസ് വരെ എന്താണ് കൊടുക്കുന്നത്, ഒരു ഇന്റർവ്യൂ എടുത്തു കഴിഞ്ഞാൽ അവർ ഹെഡ്ലൈൻ എന്താണ് കൊടുക്കുന്നത്, അതിനകത്ത് നമ്മൾ പോലും പറയാത്ത കാര്യങ്ങളല്ലേ ഹെഡ്ലൈൻ ആയിട്ട് കൊടുക്കുന്നത്. ഇത്രയും നിലവാരമുള്ള ചാനൽ ഇങ്ങനെയൊക്കെ ചെയ്യുമോന്ന് വരെ നമുക്ക് തോന്നുന്ന രീതിയിലല്ലേ പ്രവർത്തിക്കുന്നത് പലരും. എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം. ചെറിയ ഉപദേശം, എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചാൽ ഞങ്ങൾ റെഡിയാണ്. ഒരു കാര്യം കൂടെ, ഇപ്പൊ ഈ തിരിച്ചുവരവിന്റെ കാര്യം പറഞ്ഞു, ചട്ടമ്പിയിൽ പിന്നീട് തിരിച്ചു വന്നു, ചട്ടമ്പിയിൽ ഒരു പടത്തിനകത്ത് അഭിനയിച്ചിട്ട് തിരിച്ചു വന്നു, അതായത് ഒരു കാലം ഒരു ബ്രേക്ക് അല്ലെങ്കിൽ ഒന്ന് തിരിച്ചു വരവൊന്നും പറയാൻ പറ്റൂല. ഇൻ ബിറ്റ്വീൻ ഐ ഹാവ് ഡൺ ചട്ടമ്പി 56 APO 56 ആർമി പോസ്റ്റ്. അതായത് നമ്മളൊരു നടി തുടർച്ചയായി അഭിനയിക്കാത്തപ്പോഴാണല്ലോ എവിടെ എന്ന് ചോദിക്കുന്നത്. അതുകൊണ്ടാണ്. അപ്പൊ അതിന് മുന്നേ മോൻ ഉണ്ടായ സമയത്ത് ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡയലോഗല്ല, ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ സിനിമയിലേക്കില്ല, അതായത് ഇപ്പോഴില്ല, നല്ല പടം വന്നാൽ ചെയ്യും, കാരണം എൻ്റെ കുഞ്ഞിന്റെ ബാല്യം കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഡെഫിനറ്റ്ലി അത് വളരെ നല്ലൊരു ചോദ്യമാണ്. കാരണം കുട്ടികളെന്ന് പറയുന്നത് വളരെ നമ്മളൊരു ഫ്രജൈലായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളതിനെ
ജനിപ്പിച്ചെങ്കിൽ അതിനെ നോക്കാനുള്ള കംപ്ലീറ്റ് ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. നമ്മളത് നോക്കണം. അതല്ലെങ്കിൽ നമ്മൾ ഇത് ചെയ്യരുത്. മനസ്സിലായി എന്ന് പറഞ്ഞു നമുക്ക് വർക്കും ചെയ്യണം, കുട്ടീനെ നോക്കണം. അതിന് ഉള്ളൊരു സ്പേസ് എന്ന് പറയുന്നത് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റിയാലും, ഇപ്പം എനിക്കിപ്പോൾ വർക്ക് ചെയ്യാൻ പറ്റിയാലും എൻ്റെ കുട്ടി എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. എനിക്ക് കുട്ടീനെ എവിടെയെങ്കിലും കൊണ്ടിട്ടിട്ട് വർക്ക് ചെയ്യാൻ പോവാ, ആ പരിപാടി എനിക്ക് പറ്റൂല. ഒരാളെ വെച്ച് എൻ്റെ കുട്ടി എൻ്റെ കൂടെ തന്നെ നിർത്തണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. വെൻ ഐ വർക്ക്. അപ്പം എൻ്റെ കൺവെട്ടത്ത് ഉണ്ടാവണം. അതെ, മാറ്റി നിർത്തി എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല. ഇപ്പൊ പോലും എന്നോട് ഇന്റർവ്യൂ എടുക്കാൻ 10 മിനിറ്റ് പറഞ്ഞല്ലേ. ഇപ്പൊ പോലും ഞാൻ മറ്റൊരു കാര്യം ചോദിക്കും. ഇപ്പൊ പറഞ്ഞല്ലോ അമ്മ കുഞ്ഞ് ആ ഒരു ഇത് പറഞ്ഞു. ഇത് നിങ്ങളിപ്പം ഈ ഒരു ഗ്യാപ്പില് ഇപ്പൊ ഇത്രയും അഭിനയിക്കാതെ കുഞ്ഞ് വന്നതിന് ശേഷം ഒന്നും അഭിനയിക്കുന്നില്ല, നല്ല സിനിമ വന്നാൽ അഭിനയിക്കും എന്ന് പറയുന്നുണ്ട്. ഈ നല്ല സിനിമ അല്ലെങ്കിൽ നല്ല ക്യാരക്ടർ എന്നുള്ളത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾക്ക് അഭിനയിക്കാനുള്ള സ്പേസ് ആണോ, അത് നമ്മുടെ ക്യാരക്ടർ രജിസ്റ്റർ ചെയ്ത് പോകുന്നതാണോ? ഇപ്പം ഈ അടുത്ത കാലത്ത് എന്ന് പറയുന്ന ഒരു കഥാപാത്രം, അതിനകത്തെ മൂവിയിൽ രമണി എന്ന് പറയുന്നത് വളരെ ചെറിയൊരു കഥാപാത്രമാണ്, പക്ഷെ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അത്രയുണ്ട്. അപ്പം അങ്ങനത്തെ ഉള്ളൊരു സ്ട്രോങ് ആയിട്ടുള്ള, ഇപ്പം നായിക ആയിട്ട് മറ്റേ എല്ലാ സെൻട്രൽ ടൈറ്റിൽ ക്യാരക്ടർ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് വേണം. വെറുതെ അതുവഴി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റേ അവരുടെ പുറകെ നടക്കാനോ ഇവരുടെ പുറകെ നടക്കാനോ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയിരിക്കില്ല. അവർക്ക് അവരുടേതായ ഒരു വ്യക്തിത്വം ഉണ്ടാവണം ആ ക്യാരക്ടറിന്. അപ്പൊ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു സെക്കൻഡേ നമ്മളെ കാണിച്ചില്ലെങ്കിലും അതിൽ നമുക്കൊരു രജിസ്റ്റർഡ് ആയിട്ട്. അതെ, ഇപ്പൊ ലളിതാമ്മയാണെന്നുണ്ടെങ്കിലും ഒക്കെ എത്രയോ കാലങ്ങളായിട്ട് ഈ ഒരു സ്റ്റിൽ അവര് ഇത് മരിക്കുന്നിടം വരെ സിനിമയിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അങ്ങനെയൊക്കെ തുടരണമെന്നാണ് എൻ്റെ ആഗ്രഹം. അത് നല്ല കാര്യമാണ്. നമുക്ക് ഇതൊരു നിങ്ങളുടെ പ്രൊഫഷനാണ് അല്ലെങ്കിൽ ഒരു പാഷനാണ്, അതിൽ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. അല്ല, ബ്രേക്ക് മീൻസ് ജസ്റ്റ് ഒന്ന് മാറി നിൽക്കാം. എന്നാലും ഇത് മാടി വിളിക്കും അല്ലേ? മാടി അല്ല, മൈൻഡ് കൊണ്ട് കൊള്ളായിരുന്നു. ഒരിക്കലും നമുക്ക് നമ്മുടെ പാഷനെ കില്ല് ചെയ്യാൻ പറ്റൂല. നമുക്ക് എത്രയൊക്കെ ഉള്ളിൽ നമ്മൾ ഒതുക്കി വെച്ചാലും അത് പുറത്തു വരും. അപ്പം നമുക്ക് വേണം, നമുക്ക് കരിയർ വേണം. കരിയർ ഇല്ലാതെ പറ്റൂല. കരിയർ വേണം, നമുക്കെല്ലാം വേണം. മനസ്സിലാവുന്നോ? അല്ല, എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഇത്രയും കാലം ജീവിച്ചത് എൻ്റെ കരിയറിന് വേണ്ടിയിട്ടാണ്. കരിയർ എന്നുള്ളൊരു ഇതിലാണ് ഞാൻ ജീവിച്ചത്. അപ്പം ഇത്രയും ഇനിയും എനിക്ക് മുന്നോട്ട് അങ്ങനെ തന്നെ ജീവിക്കണം. എൻ്റെ ലൈഫും വേണം, കരിയറും രണ്ടും ബാലൻസ് ചെയ്ത് എനിക്ക് മുന്നോട്ട് പോകണം. ഇപ്പം ഇതിൽ ഞാൻ ചോദിക്കുന്നതുകൊണ്ട് ഉത്തരം പറയാതെയും വിടാം, പറഞ്ഞും വിടാം, അത് അപ് ടു യു. ഇപ്പം ഈ പറഞ്ഞ സ്ത്രീകൾ അനുഭവിക്കുന്ന കാര്യം ഇൻക്ലൂഡഡ് സിനിമാ മേഖലയിലും അടുത്തിടെ ഞാൻ പറഞ്ഞിരുന്നു മുന്നേ ഒരു ഇഷ്യൂ സംഭവിച്ചപ്പോൾ നടി ആക്രമിക്കപ്പെട്ട കേസിനെ തുടർന്നാണ് പിന്നീട് ഇങ്ങോട്ടെല്ലാ മൂവ്മെൻറ്റ്സും സിനിമകളിൽ ഉണ്ടായിരിക്കുന്നത്. ആ ഉണ്ടായ സമയത്ത് ഇപ്പോൾ വന്ന ഒരു കുറേ കാര്യങ്ങളും എങ്ങനെയാണ് മൈഥിലി ഇപ്പം സിനിമയ്ക്കകത്തുനിന്ന് വെളിയിൽ നിൽക്കുന്ന ആളാണ്. അതായത് സിനിമയിൽക്കകത്തുണ്ടായിരുന്നിട്ട് ഇപ്പോൾ പുറത്തു നിന്ന് സിനിമയുടെ കാര്യങ്ങൾ കാണുന്ന ഒരാളാണ്. അങ്ങനെയെങ്കിൽ ആ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു യാത്രേനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇതിപ്പോൾ മലയാള സിനിമയിൽ മാത്രമുള്ള പ്രശ്നങ്ങളല്ല. ഇപ്പോൾ ഇന്ത്യൻ സിനിമ എടുത്തു കഴിഞ്ഞാലും തമിഴ് എടുത്തു കഴിഞ്ഞാലും തെലുങ്ക് എടുത്തു കഴിഞ്ഞാലും ഇതുപോലെ ഒരു തെലുങ്കിലൊരു ഇൻ്റർവ്യൂവിന് ഞാൻ പോയി. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ടുഡേ ഇറ്റ് സെൽഫ് അപ്പോൾ 3 സബ്ജക്റ്റ് കേട്ടു. 3 സബ്ജക്റ്റും നല്ല സബ്ജക്റ്റൊക്കെ കേട്ട് അത് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ടുഡേ ഇറ്റ് സെൽഫ് യു ആർ മൈ ഗേൾ ഫ്രണ്ട്. ടുഡേ ഇറ്റ് സെൽഫ് യു ആർ മൈ ഗേൾ ഫ്രണ്ട് വാട്ട് ഇറ്റ് മീൻസ് ഒന്ന് ആലോചിച്ച് നോക്ക്. ടുഡേ ഇറ്റ് സെൽഫ് യു ആർ മൈ ഗേൾ ഫ്രണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്നൊന്ന് പിടിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് കയ്യിലൊരു റിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഐ ആം ഓൾറെഡി കമ്മിറ്റഡ്. I want to be a part of Indian films. That's what I came here. I will give you house, gym trainer, everything, but you have to stay here. You cannot go back to Kerala. I said I'm not for sale. My art is for sale. ഒന്ന് മനസ്സിലാക്കണം. I want to be a part of Indian film industry and നമ്മൾ ആ ഒരു പാഷൻ്റെ പുറത്താണ് നമ്മൾ ഓരോരുത്തർ ചെല്ലുന്നത്. പക്ഷെ നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് ഇങ്ങനെയാണ്. Then I came back. എനിക്ക് പറഞ്ഞു ഓക്കെ സമാധാനം. ഞാൻ വളരെ മര്യാദക്കാണ് പറഞ്ഞത്. എനിക്ക് സമാധാനമായി. ആരും ഉപദ്രവിക്കാൻ വരുന്നില്ല, നിങ്ങൾ തന്നെ ഉപദ്രവിക്കരുത്, ഞാൻ പൊക്കോളാം. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ നമ്മുടെ ഇതെല്ലാം നമ്മൾ അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് മലയാളത്തിൽ മാത്രം. പിന്നെ സിനിമാ മേഖലയിൽ മാത്രമുള്ള പ്രശ്നങ്ങളല്ല, ഇത് എല്ലാ മേഖലയിലും ഉള്ള പ്രശ്നങ്ങളാണ്. എല്ലാ മേഖലയിലും ഉള്ളവർ തുറന്നു പറയണം. എത്രയോ ആത്മഹത്യകൾ നടക്കുന്നു, എത്രയോ ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം എല്ലാ മേഖലയിലുള്ളവരും അത് തുറന്നു പറയട്ടെ. സിനിമാ മേഖല എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ കളർഫുള്ളാണ്. അപ്പോൾ അത് കുറച്ചും കൂടെ ഇതായതുകൊണ്ടാണ് എല്ലാവർക്കും അത് കാണാൻ നല്ല രസമായിരിക്കും. പക്ഷെ എല്ലാവരും അതൊന്ന് പറഞ്ഞു നോക്ക്.
രസം മാത്രമല്ല, അറിയാൻ കുറച്ചുകൂടെ വ്യഗ്രത അതാണ്. അതെ, നിങ്ങളുടെയൊക്കെ ലൈഫിൽ സെലിബ്രിറ്റീസിന്റെ പേഴ്സണൽ ലൈഫ് എന്താണെന്ന് അറിയാനായിരിക്കും. ഞാനിതിപ്പോൾ പറഞ്ഞത് തന്നെ, ചോദിച്ചത് തന്നെ ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ മാണിക്യത്തിനെ ആയിട്ട് കണക്ട് ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു സ്ത്രീക്ക് സംഭവിക്കുന്നതിൻ്റെ ആദ്യമേ വന്ന് ഓൾറെഡി റേപ്പ് അറ്റംപ്റ്റ് നടത്തി, ആ ക്യാരക്ടറിനെ ചെയ്തു, പാതി ജീവനുണ്ടെന്ന് ശ്വേതയുടെ ആ ഒരു ഡയലോഗ്, പിന്നീട് വരുന്ന ആള് ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നു, പിന്നീട് കൊണ്ടുപോകുന്ന സ്ഥലത്ത് വെച്ചിട്ട് വീണ്ടും ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താ പറയുക, മൃതപ്രായ അത്രയും കഷ്ടമായിട്ട് നിൽക്കുന്ന ഒരാളെ വീണ്ടും ചെയ്യുക എന്ന് പറയുന്ന പോലെയാണ്. അങ്ങനെ ഒരു സ്ത്രീ അനുഭവിക്കുമ്പോൾ ബ്രൂട്ടാലിറ്റി, യെസ്, അതും ഇപ്പം ഈ പറഞ്ഞതുമായിട്ട്, അതായത് പലർക്കും ഇപ്പം മൈഥിലിക്ക് അത് പ്രതികരിക്കാൻ പറ്റി അവിടെ ചെന്നിട്ട്, പലർക്കും ഇത് പ്രതികരിക്കാൻ പോലും പറ്റാറില്ല. നമുക്ക് എങ്ങനെ അത് മാനേജ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്തായിരിക്കും നമുക്കൊരു ടിപ്പ് പോലെ, ടിപ്പല്ല, അല്ലെങ്കിൽ എന്താ നിങ്ങൾക്ക് ആ സമയത്ത് ചെയ്യാൻ പറ്റുന്നത്? തുറന്ന് പറയാന്നുള്ളതാണ്, മുഖത്തടിച്ച് പറയാന്നുള്ളതാണ് അപ്പം തന്നെ. അല്ലാണ്ട് പിന്നെ എന്താണ് ചെയ്യാൻ പറ്റുക ഇതിനകത്ത്? അല്ലെ പുറത്ത് വന്ന് നിങ്ങൾ എന്താന്ന് ഉള്ളത് ചെയ്യുക, അതിന് ഇതായിട്ട് പിന്നെ പുറത്ത് പറയുക. അല്ലാണ്ട് ഇത് ഇപ്പം ഇന്ന് നടന്ന സംഭവം ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് പറയുക, അതിനേക്കാൾ കൂടുതൽ നല്ലതല്ലേ അപ്പം തന്നെ പറയുന്നത്. അത് നമുക്ക് രണ്ടുപേർക്കും കുറേ നേരം സംസാരിക്കാനുള്ള ഒരു സബ്ജക്റ്റാണ്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വിട്ടു. ഇതിപ്പോൾ സെലിബ്രിറ്റി ആയ മൈഥിലി സെലിബ്രിറ്റിയെ കുറിച്ച് പറയുന്നു, അതായത് എനിക്ക് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ട്, അങ്ങനെയെങ്കിൽ സെലിബ്രിറ്റി ആയ മൈഥിലിയുടെ ഭർത്താവ് എങ്ങനെ ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നു? ഒരു സെലിബ്രിറ്റിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു? അയ്യോ, ഞാൻ വീട്ടിൽ സെലിബ്രിറ്റി അല്ല, ഞങ്ങൾ സെലിബ്രേറ്റ് ആണ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ സെലിബ്രിറ്റി ആയ ഭാര്യ വീട്ടിലല്ല, വെളിയിൽ പോകുമ്പോൾ ഞാനാണ് കുറച്ചും കൂടെ ആൾക്കാരെയൊക്കെ കാണുമ്പോൾ കുറച്ചൊന്ന് പാനിക്കാവുന്നത്. പുള്ളിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. പുള്ളി എന്നെ കാണുന്നതും ഒരു സെലിബ്രിറ്റീനെ പോലെ അല്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ ഫാമിലി ആയിട്ട് ഔട്ടിങ്ങിന് ഞങ്ങൾ ഔട്ടിങ്ങിന് പോകുന്നത് അങ്ങനെയേ ഉള്ളൂ. അപ്പോൾ ഒരിടത്ത് എൻ്റെ അടുത്ത് പുള്ളി അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ആൾക്കാർ മൈഥിലി പോകുന്നു, മൈഥിലി ഹസ്ബൻഡ് പോകുന്നു, അങ്ങനെ പുള്ളി അത് ഭയങ്കര കൂളായിട്ടാ എടുക്കണം. എന്നെക്കാൾ കൂളാ. നമുക്ക് ഒരു പാട്ടൂടെ പാടിയിട്ട്. ചെമ്പാവ് പുന്നിൽ ചോറ് നല്ല മുത്താരം മിന്നുന്ന മുല്ലപ്പൂച്ചിരിയോ മുല്ലപ്പൂച്ചിരിയോ, ചെമ്പാവ് പുന്നിൽ ചോറ് നല്ല മുത്താരം മിന്നുന്ന മുല്ലപ്പൂച്ചിരിയോ, തരിന്ന താരാ തിന്ന താരാ തിന്ന തിന്നോ തരതിന്ന താരാ തിന്ന താരാ തിന്ന തിന്നോ. അപ്പം നമുക്കിപ്പം തന്നെ നിർത്തിയേക്കാം. ഒറ്റ കാര്യം എനിക്ക് പറയാനുണ്ട്. ഇപ്പം ഈ പറയുന്ന പോലെ 15 വർഷങ്ങൾക്ക് ഇപ്പുറം ഇറങ്ങിയ പടം വീണ്ടും തിയേറ്ററിൽ കണ്ട് വീണ്ടും അഭിനയത്തോട് എനിക്ക് ഇനിയും വരണം എന്നൊരു തോട്ട് മനസ്സിലുണ്ടായി. വരണം എന്നുള്ളത് അതെൻ്റെ ബ്ലഡിലുള്ളതാണ്. അതെ, എനിക്ക് വരാനുണ്ടെങ്കിൽ എന്തായാലും വന്നിരിക്കും. അപ്പം ഞങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട്. എനിക്ക് അതിലും കൂടുതൽ പ്രതീക്ഷയുണ്ട്. ഞാനിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഇനി നല്ല ക്യാരക്ടേഴ്സും കൂടെ വന്നാൽ മതി. അല്ല, ഒന്നുകൂടെയൊക്കെ കാണാൻ എല്ലാവരും പോയി ചെന്ന്, അതായത് ഞാൻ വീണ്ടും എൻ്റെ ഒരു ഇത് തിരിച്ചു പിടിച്ചിരിക്കുന്നു, കംബാക്ക് ചെയ്തിരിക്കുന്നു. അത് കുഴപ്പമില്ല. അത് ലൈക്ക് 15 years. അപ്പം അതൊരു പ്രശ്നമല്ല. അപ്പോൾ ഈ പുതിയ സിനിമകളുമായി മുന്നോട്ട് വരട്ടെ. അത് തന്നെ, അത് മോൻ്റെ പറഞ്ഞ പോലെ കുഞ്ഞിനെ അരിക്കൊമ്പനെ അവൻ്റെ ഡാഡി അവിടെ കളിയാക്കി വിളിക്കാൻ തുടങ്ങിയതാ അരിക്കൊമ്പന്. എന്താ പറയാ, സ്വസ്ഥമായിട്ട് അവനെ കണ്ടോണ്ട് പുതിയ പടത്തില് നിങ്ങൾ രണ്ടുപേരും, അത് അമ്മയും മകനുമായിട്ടുള്ള ഒരു വേഷത്തിൽ തന്നെ, അതായത് കുഞ്ഞിനെ എടുത്തോണ്ട് തന്നെയാണെങ്കിൽ അതിലും ഹാപ്പി ആയിരിക്കും ഒരു പടം വരട്ടെ. എന്തായാലും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ശകലം സമയം മാറ്റി വെച്ചൊരു ഭയങ്കര സന്തോഷം. താങ്ക് യു.